എല്ലാവർക്കും നമസ്കാരം. വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളുടെ മാധ്യമ ഊഹാപോഹങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനങ്ങൾക്കുമെല്ലാം വിരാമമിട്ടുകൊണ്ട് അണ്ണാമലൈ എന്ന യുവ രാഷ്ട്രീയ നേതാവ് BJP-യിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. IPS പദവി ഉപേക്ഷിച്ച് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അതിവേഗം വളർന്നു പന്തലിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അണ്ണാമലയുടേത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെറിയ തോതിലെങ്കിലും തമിഴ്നാട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്ത നേതാവായിരുന്നു അണ്ണാമലൈ. അണ്ണാമലയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവരോധിച്ചത്, പരിചയപ്പെടുത്തിയത് അത്ര ചെറിയ ആളുകളായിരുന്നില്ല. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, അങ്ങനെ BJP-യുടെ സമുന്നതരായ ദേശീയ നേതാക്കൾ തന്നെയാണ് തമിഴ്നാട്ടിലെത്തി അണ്ണാമലയെ BJP-യുടെ നേതാവായി അവരോധിച്ചത്. ഒടുവിൽ അണ്ണാമലൈ BJP-യിൽ നിന്നും വിട പറയുമ്പോൾ അതേ വഴിയിലൂടെ തന്നെയാണ് അദ്ദേഹം BJP-യെ ഉപേക്ഷിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് പോയി BJP-യുടെ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു, അമിത്ഷായുമായി ദീർഘമായി സംസാരിക്കുന്നു. അങ്ങനെ ഉന്നതരായ BJP-യുടെ നേതാക്കളെ എല്ലാം കണ്ട് അനുവാദം വാങ്ങിയിട്ടാണ് എന്തുകൊണ്ട് താൻ BJP ഉപേക്ഷിക്കുന്നുവെന്ന് അവരോട് വിശദീകരിച്ചിട്ട് അവരുടെ അഭ്യർത്ഥനയെ മാനിക്കാൻ നിർവാഹമില്ലെന്ന് ക്ഷമാപണപൂർവ്വം പറഞ്ഞിട്ടാണ് അണ്ണാമലൈ BJP രാഷ്ട്രീയത്തോട് വിട പറയുന്നത്. BJP രാഷ്ട്രീയം ഉപേക്ഷിച്ച അണ്ണാമലൈ വി ദ ലീഡേഴ്സ് എന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ അതിൽ അംഗത്വമെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അണ്ണാമലയുടെ ലക്ഷ്യം? ഇങ്ങനെയൊരു അതിസാഹസത്തിന്, അധികമാർക്കും കഴിയാത്ത ഒരു വലിയ ദൗത്യത്തിന് അണ്ണാമലയെ പിന്തുണയ്ക്കുന്നവർ ആരായിരിക്കും? എന്തായിരിക്കും അണ്ണാമലയുടെയും പിന്തുണയ്ക്കുന്നവരുടെയും ലക്ഷ്യം? ഒരുപാട് ഊഹാപോഹങ്ങൾ ഇതിനകം രാഷ്ട്രീയ ഭാരതത്തിൽ ഉയർന്നു കഴിഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ പലരും പെട്ടെന്ന് നെറ്റിച്ചുളിച്ചേക്കാം. ഒരു പക്ഷേ 2029 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരാം. BJP അധികാരത്തിൽ ഇരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ഇപ്പോഴുണ്ട്. 2029 തെരഞ്ഞെടുപ്പിൽ BJP-ക്കു പകരമായി, കോൺഗ്രസിന് പകരമായി മറ്റൊരു മുന്നണി ഭാരതത്തിൽ ഉണ്ടാകാൻ സകല സാധ്യതകളും ഉണ്ട്. ആ മുന്നണി ഒരിക്കലും ദേശവിരുദ്ധരുടെ താവളമായിരിക്കുകയില്ല. വർഗീയതയെ താലോലിക്കുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിലെ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്ന വിദേശ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മുന്നണി ആയിരിക്കുകയില്ല. RSSന് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു മുന്നണിയും ആയിരിക്കുകയില്ല. അങ്ങനെ ഒരു മൂന്നാം മുന്നണി നിലവിലുള്ള BJP മുന്നണിക്കും ഇന്ത്യ സഖ്യത്തിനും ബദലായി ഭാരതത്തിലുടനീളമുള്ള പ്രാദേശിക കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദേശീയതയിലൂന്നിയ ഒരു മതേതര മുന്നണി, ആ മതേതര മുന്നണിയുടെ പ്രവർത്തനമാണ് അണ്ണാമലൈ ഏറ്റെടുത്തിരിക്കുന്നത്. BJP അധികാരത്തിൽ വരുമ്പോൾ RSS പിന്തുണച്ചു എന്നതിൽ സംശയമില്ല. പക്ഷേ ഈയിടെയായി RSSന്റെ തലവൻ എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായമായിരിക്കുകയില്ല. അത് RSS എന്ന പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം ഈയിടെയായി പല തവണ ആവർത്തിച്ചു പറയുന്നു, RSS ഒരു രാഷ്ട്രീയ കക്ഷിയെയും പിന്തുണയ്ക്കുന്നില്ല. ഇപ്പോൾ BJP-യെ പിന്തുണയ്ക്കുന്നത് കാരണം RSSന്റെ നയപരിപാടികളോട്, RSSന്റെ തത്വങ്ങളോട്
BJP അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് BJPയെ പിന്തുണയ്ക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടാതിരുന്നതിന്റെ കാരണവും RSSന്റെ ഈ നിലപാടാണ്. നിലവിലുള്ള BJPയെ ഒന്നുകൂടി ശുദ്ധീകരിച്ച് മറ്റൊരു തിളക്കമാർന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു പ്രതിച്ഛായയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെന്ന് മറ്റാരും ആഗ്രഹിച്ചില്ലെങ്കിലും RSS ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ RSS നിശ്ചയിക്കും ഭാരതത്തിൽ ആര് ഭരിക്കണം, ആര് പുറത്തു പോകണം എന്ന്. പക്ഷെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ ഒന്നുടച്ചു വാർത്ത് തിളക്കമുള്ള ഭാരതീയതയിലൂന്നിയ, ദേശീയതയിലൂന്നിയ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം വേണം എന്നത് RSS ആഗ്രഹിക്കാതിരിക്കില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം ഭാരതത്തിൽ ഉണ്ടാകും. 2029 തിരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും ബദലായി പ്രാദേശിക കക്ഷികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു മുന്നണിയെ അധികാരത്തിലെത്തിക്കുക. അങ്ങനെ ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. ഈ അണ്ണാമലൈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ചേക്കാം. പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാനാവുകയില്ല. പക്ഷേ കൃത്യമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കാലം അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് അണ്ണാമലൈ ഒരു വികാരത്തിന്റെ പുറത്ത് BJPയിൽ നിന്ന് പുറത്തു വന്നതല്ല. കൃത്യമായ കണക്കുകൂട്ടലുകൾ അണ്ണാമലയ്ക്കും അണ്ണാമലയുടെ പിന്നിലുള്ള ശക്തികൾക്കുമുണ്ട്. അത് ഭാരതത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് രാജ്യത്താകമാനം തകർച്ചയുണ്ടാകാനുള്ള കാരണം വനിതയായ സോണിയ കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയെ പോലെ രാഷ്ട്രീയ വിവരമില്ലായ്മ വിളമ്പുന്ന ഒരാൾ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിലുള്ള കാരണം കോൺഗ്രസ് പ്രാദേശിക രാഷ്ട്രീയത്തെ, പ്രാദേശിക നേതാക്കളെ കോൺഗ്രസ് അവഗണിച്ചു. അത് കേരളത്തിലെ കരുണാകരൻ മുതൽ തമിഴ്നാട്ടിലെ മൂപ്പനാർ, അങ്ങനെ നമ്മൾ എല്ലാ സംസ്ഥാനത്തും, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൂങ്ങിക്കൊണ്ട് നടക്കുന്ന മമതയടക്കം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ബംഗാളിലെ നേതാവായി മമതയെ അംഗീകരിക്കാൻ അന്ന് കോൺഗ്രസിന് സോണിയയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ശരത് പവാറും അങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പോയത്. ഏറ്റവും ഒടുവിൽ ഗുലാം നബി ആസാദും പുറത്തുപോയി, ജ്യോതിരാദിത്യ സിന്ധ്യ പുറത്തുപോയി. YSRനെ പോലെ ആന്ധ്രയിലൊക്കെ നമുക്കറിയാം. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഓരോ സംസ്ഥാനത്തും വേരുകൾ ഉണ്ടായിരുന്ന, ജനസ്വാധീനം ഉണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും ഡൽഹിയിലെ സോണിയ ഭക്തർ പുകച്ചു പുറത്തു ചാടിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം കോൺഗ്രസ് തകർന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു അബദ്ധം BJPക്ക് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് അണ്ണാമലൈ BJP വിടുന്നത്. ദക്ഷിണേന്ത്യയിലെ BJPയുടെ ദേശീയ നേതാക്കളുടെ നയങ്ങളൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണക്കുകളൊന്നും ശരിയാകുന്നില്ല. അവരുടെ ഏറ്റവും ഒടുവിൽ പിഴച്ച കണക്കായിട്ടാണ് നമുക്ക് അണ്ണാമലയെ കാണാനാവുക. 12-14% BJPയുടെ വോട്ട് ശതമാനം ഉയർത്തി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും 2-3% അപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാമെങ്കിലും ആ കണക്കു പിഴയ്ക്കൽ പോലും ഒരു തന്ത്രമാണോ എന്ന് കാലം നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ വളരാവുന്ന, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി വേരുകൾ ഉണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് അണ്ണാമലൈ നേതൃത്വം നൽകുക. ലക്ഷ്യം 2029 BJP അധികാരത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ, ദേശീയതയിലൂന്നിയ മതേതര സ്വഭാവമുള്ള ഒരു മുന്നണി സംവിധാനം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും
ആ മുന്നണി സംവിധാനത്തിന്റെ നേതൃനിരയിൽ അണ്ണാമലൈ ഉണ്ടാകും.